ഹലോ ഗൈസ്, നിങ്ങൾ പെറ്റ്സ് ലവേഴ്സ് ആണോ? അല്ലെങ്കിൽ പെറ്റ്സിനെ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഞങ്ങളിപ്പോൾ ഉള്ളത് ദുബായിലുള്ള പെറ്റ്സ് മാർക്കറ്റിലാണ്. ഇവിടെ പലതരത്തിലുള്ള പെറ്റ്സും വെറൈറ്റീസ് ഓഫ് പെറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് പോയത്. അവർക്ക് പെറ്റുകളെ ഒന്ന് കാണാനും അതുപോലെ ഒന്ന് പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പോയതാണ്. ഡോഗ്സ്, കാറ്റ്സ്, റാബിറ്റ്സ്, ബേർഡ്സ്, ഈവൻ സ്നേക്ക് വരെ ഇവിടെ കണ്ടു ഞാൻ. ഇവിടുത്തെ എല്ലാ ഷോപ്സും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇത്രയധികം പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, നീറ്റ് ആൻഡ് ക്ലീനാക്കി പോകണുണ്ട് കേട്ടോ ഇതൊക്കെ. പിന്നെ എനിക്കൊരു കാര്യം തോന്നിയത്, നമുക്ക് പെറ്റ്സിനെ വാങ്ങിക്കാൻ മാത്രമല്ല, ഇവിടെ വെറുതെ നമുക്ക് ഇങ്ങനെ ഒരു സൂ ഒക്കെ കാണുന്ന ലാഘവത്തോട് കൂടിയിട്ട് നമുക്ക് കണ്ടു പോകാവുന്ന ഒരു സ്ഥലമാണ്. കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മളെക്കാളും കൂടുതൽ കുട്ടികൾ ഇത് എൻജോയ് ചെയ്യും. സൂവിലൊക്കെ പോകുന്ന ആളും എത്രയോ ബെറ്ററാണ്. ഇവിടെ ആകുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ പെറ്റ്സായിട്ടാണല്ലോ അവർ ക്ലോസ് ആവുക. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനും അവർക്ക് കൂടുതൽ ഹാപ്പി ആക്കാനും പറ്റുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ട് പേഴ്സണലി. ഇവിടെ പെറ്റ്സ് മാത്രമല്ല, ഇപ്പോൾ പെറ്റ്സിനെ വാങ്ങിക്കുകയാണെങ്കിൽ അവരുടെ ഫുഡും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ നിന്ന് അവൈലബിൾ ആണ്, വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇനി സൂവിൽ പോയിട്ട് നിങ്ങൾ കാശ് കളയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വരെ പെറ്റ്സിനെ കാണാൻ, എൻജോയ് ചെയ്യുക, വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം, അവരുടെ ഫുഡും വാങ്ങിക്കാം. പിന്നെ ഇതേ കണ്ട ഈ സ്നേക്കിനെയൊക്കെ നോക്കൂ. സ്നേക്കൊക്കെ പെറ്റിൽ പെടണ ഐറ്റം ആണോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അവിടെ ഇത്തിരി നേരം നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം പെറ്റ്സിൽ പെടണതാണ്. കാരണം ചിലവരൊക്കെ ശിവനെ പോലെ കഴുത്തിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകണവരും പോക്കറ്റിൽ വെച്ച് കൊണ്ടുപോകണ പോലെയൊക്കെയാണ് പാമ്പിനെ കൊണ്ടുപോകണ്ടായിരുന്നു അവിടെ നിന്ന് കേട്ടോ. എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ മാളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഷോപ്പ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ തിയേറ്ററിൽ സിനിമ കാണുകയാണെങ്കിൽ അതിനും പറ്റും, നമുക്ക് ഫുഡ് കോർട്ടും ഉണ്ട്. അപ്പോൾ എല്ലാതും ഒരു കുടക്കീഴിൽ എന്ന പോലെ തന്നെ ഈ പെറ്റ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ പെറ്റ്സ് മാർക്കറ്റ് ബെസ്റ്റാണ്. കാരണം പെറ്റുകളെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് നമുക്ക് പോരാവുന്നതാണ്. ഈ പ്ലേസ് വിസിറ്റ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും വിസിറ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ബൈ.